ഫസ്റ്റ് വൺ. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ജപ്പാൻ. എന്നാൽ പാതിരാസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം നോർവേ. ഒരിക്കൽ കൂടി, ഉദയസൂര്യന്റെ നാട് ജപ്പാനാണെങ്കിൽ പാതിരാസൂര്യന്റെ നാട് നോർവേ. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് രാമപുരത്ത് വാര്യർ ആണ് എങ്കിൽ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചു എങ്കിൽ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് രാമപുരത്ത് വാര്യർ. പന്തിഭോജനം നടപ്പിലാക്കിയത് തൈക്കാടയ്യ എങ്കിൽ സമപന്തിഭോജനം നടത്തിയത് വൈകുണ്ഠസ്വാമികൾ. നവോത്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നുകൂടി പറയാം. തൈക്കാടയ്യയുടെ പന്തിഭോജനമാണെങ്കിൽ സമപന്തിഭോജനം നടപ്പിലാക്കിയത് വൈകുണ്ഠസ്വാമികൾ. അതുപോലെ ചെവിയെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജി, എന്നാൽ കേൾവിയെക്കുറിച്ചുള്ള പഠനം ഓഡിയോളജി. അടുത്ത ചോദ്യം, തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ക്രെട്ടിനിസം. എന്നാൽ തൈറോക്സിന്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ. മുതിർന്നവരിൽ മിക്സഡിമ ആണെങ്കിൽ കുട്ടികളിൽ ക്രെട്ടിനിസം. ജന്തുകോശം കണ്ടുപിടിച്ചത് തിയോഡർ ഷാൻ എങ്കിൽ സസ്യകോശം കണ്ടുപിടിച്ചത് എം.ജെ. സ്ലീഡൻ. ഒരിക്കൽ കൂടി, തിയോഡർ ഷാൻ ജന്തുകോശം കണ്ടുപിടിച്ചെങ്കിൽ എം.ജെ. സ്ലീഡൻ സസ്യകോശം കണ്ടുപിടിച്ചു. അടുത്ത ചോദ്യം, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി എങ്കിൽ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണം. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന നാണ്യവിള കശുവണ്ടിയും കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന നാണ്യവിള കുരുമുളകുമാണ്. ഇന്ത്യയിലെ ഓറഞ്ച് നഗരം നാഗ്പൂർ. ഇന്ത്യയിലെ മുന്തിരി നഗരം നാസിക്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. അതുപോലെ വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയം.